നെതന്യാഹു ആധുനിക കാലത്തെ ഹിറ്റ്ലർ എന്ന് തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദുഗാൻ. ഇപ്പോൾ ഇറാൻ്റെ വയ്യെ തുർക്കിയും സഞ്ചരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഒരു നിലപാടും ഒരു നടപടിയും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. അത് ക്രൂരവും പൈശാചികവുമായിരിക്കുന്ന പ്രവൃത്തിയാണ്, മനുഷ്യത്വരഹിതമാണ്, നീതിവിരുദ്ധമാണ്. ഒരു തരത്തിലും അത് യുദ്ധ കുറ്റവുമായിട്ട് ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ UN സഭയുടെ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ പരാമർശിക്കാൻ പോലും പറ്റാത്തതാണെന്നും ഭൂമുഖത്ത് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിയായി ഈ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി മാറിയിരിക്കുന്നു എന്നുള്ളതുമാണ് തുർക്കി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വിവാദമായിരിക്കുന്ന ഒരു പ്രസ്താവനയായിട്ട് തങ്ങളിതിനെ കാണുന്നു എന്നുള്ളതും ഇതിന് കൃത്യമായ രീതിയിൽ മറുപടി നൽകുമെന്ന് ഇസ്രായേൽ പ്രതികരിച്ചു. ഇസ്രായേലിൻ്റെ പ്രതികരണം വലിയ പ്രാധാന്യമുള്ളതായിട്ടൊന്നും കാണുന്നില്ല. ഇപ്പോൾ തയ്യിബ് ഉർദുഗാൻ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: രക്തദാഹവും വിദ്വേഷവും കൊണ്ട് നെതന്യാഹു അന്ധനായിരിക്കുന്നു. ഗാസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും കൂട്ടക്കൊല ചെയ്തതിന് ശേഷം ആ രക്തം മതിയാവാതെ ഇപ്പം ലെബനാനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ കടന്നാക്രമണം തീർച്ചയായിട്ടും അപലപിക്കേണ്ടതും എതിർക്കേണ്ടതും പ്രതിരോധിക്കേണ്ടതുമാണ്. ഈ പാശ്ചാത്തലം തങ്ങളടക്കമുള്ള രാജ്യങ്ങൾ കൃത്യമായി പഠിച്ചു വരികയാണ്. ചരിത്രത്തിൽ ഹിറ്റ്ലറെയും മുസോളിനിയെയും നാണിപ്പിക്കുന്ന പ്രവൃത്തി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ചെയ്യുന്ന സമയത്ത് മൗനം പാലിച്ച് നിൽക്കാനൊന്നും പറ്റില്ല, തീർച്ചയായിട്ടും പ്രതികരിക്കും. ഇറാൻ്റെ വയ്യെയാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ തുർക്കി സഞ്ചരിക്കുന്നത് എന്ന പരാമർശം ഇപ്പോൾ പ്രകടമാണ്. ഗാസ വിഷയത്തിൽ ഇസ്രായേൽ വാണിജ്യ നയതന്ത്ര ബന്ധങ്ങളൊക്കെ ഇസ്രായേലുമായിട്ട് വിച്ഛേദിക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തിന് സഹകരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഗസ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളും സാമൂഹ്യ പ്രവർത്തകർ ഈ കപ്പൽ യാത്ര സംഘടിപ്പിച്ചതിനോടനുബന്ധിച്ച് സൈനികരയക്കാൻ വേണ്ടി തീരുമാനിച്ച രാജ്യം കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ തുർക്കി. ഇപ്പോൾ ലെബനാനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് രണ്ടാം ഘട്ടം ഇസ്രായേലിൻ്റെ പടപ്പൊരുപ്പാട് തുടങ്ങിയിരിക്കുന്നത്. ഒരുപാട് ആളുകൾ നിലവിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ ആക്രമണം നടക്കുന്നു. അമേരിക്ക മൗനം പാലിക്കുന്നു. അമേരിക്കയോടൊപ്പം മറ്റ് സംഘശക്തികളും ഇസ്രായേലിന് രഹസ്യമായ രീതിയിൽ പിന്തുണ നൽകുന്നു എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ നിലപാട് എന്നും അദ്ദേഹം പറയുന്നു. എർദോഗാൻ സദ്ദാമിൻ്റെ പാതയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രതികരിച്ചു. തങ്ങൾ രക്തസാക്ഷിത്വം ആഗ്രഹിക്കുന്നവരാണെന്നും അതിന് തങ്ങൾക്ക് ഭയമില്ലെന്നും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തുർക്കി പ്രതികരിക്കുകയും ചെയ്തു. സമാധാനത്തിൻ്റെ ചർച്ചയ്ക്ക് വിളിച്ച് നെതന്യാഹു യഥാർത്ഥത്തിൽ ആ ചർച്ച അലങ്കോലപ്പെടുത്തി എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തുർക്കി പറയുകയും ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം പാകിസ്ഥാനിൽ വെച്ച് നടത്തിയിരിക്കുന്ന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ്, അതായത് ചർച്ചയുടെ ഏകദേശം രൂപമാവാൻ സാധ്യതയുണ്ട് എന്ന മേഖലയിലേക്ക് കയറിയ സമയത്താണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു അമേരിക്കയുടെ വൈസ് പ്രസിഡന്റിനെ വിളിച്ചുകൊണ്ട് ടെലിഫോണിൽ സംസാരിച്ചു. എന്താണ് സംസാരം എന്ന് പിന്നീട് കൃത്യമായ രീതിയിൽ പുറത്ത് വിവരങ്ങൾ വന്നിട്ടില്ല. പക്ഷേ അതോട് കൂടിയിട്ട് ആ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ അവസാനിച്ചു എന്നുള്ളതാണ്. പിന്നീട് മടങ്ങുകയാണ് ചെയ്തത്. പാകിസ്ഥാനിൽ നിന്ന് അമേരിക്കയ്ക്ക് മടങ്ങുകയാണ്. നിരാശയോടുകൂടി താൻ മടങ്ങുന്നു എന്നുള്ളതാണ് അതിനോടനുബന്ധിച്ച് കൊണ്ട് ഈ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അഥവാ യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ഭരണം നടത്തുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു ആണ്. നെതന്യാഹു പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കേട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. ചില പ്രമുഖ മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. പ്രത്യേകമായിരിക്കുന്ന ഒരു നിലപാടുകളൊന്നും അമേരിക്കയ്ക്കില്ല. ഇസ്രായേലിൻ്റെ നിലപാട് എന്താണോ അത് നടപ്പിലാക്കുക എന്നുള്ളത് കാര്യം. ഈ വാക്കാലെ ഒരു നിലപാട് അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞിരുന്നു. ഈ 10 ഇന നിർദ്ദേശങ്ങൾ തങ്ങളത് പാലിക്കുന്നു. അത് ചർച്ചയാവാം. ചർച്ച ചെയ്യുന്നതിന് ശേഷം അത് പൂർണ്ണ രൂപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. 14 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിൽ 4-മതായിരിക്കുന്ന വിവരങ്ങൾ ഇറാൻ വെട്ടിച്ചേർത്തിരിക്കുന്നത് ഈ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണ പരമ്പര അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. അത് അമേരിക്കൻ പ്രസിഡന്റ് സമ്മതിച്ച കാര്യമാണ്. എന്നാൽ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിലേക്ക് എത്തിയ സമയത്ത് അത് ഇതിൽ പെട്ടതല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അതായത് വാക്ക് തെറ്റിച്ചു അമേരിക്ക എന്നുള്ളത്. വാക്ക് തെറ്റിക്കുക എന്നുള്ള അമേരിക്കയെ സംബന്ധിച്ചുള്ള വിഷയമൊന്നുമല്ല. വാക്ക് തെറ്റിച്ചിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അത് മറ്റൊരു വശം. അപ്പോൾ ഏപ്രിൽ 21 വരെ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ ഈ പാകിസ്ഥാൻ്റെ ഒരു നിലപാട് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: വെടിനിർത്തൽ ഏപ്രിൽ 21 വരെയാണ് പ്രഖ്യാപിച്ചത്. ഏപ്രിൽ 21 വരെ ഇതേ അവസ്ഥയിലും സാഹചര്യത്തിലും മുന്നോട്ട് പോകുമെന്ന് തങ്ങൾ കരുതുന്നു. ആ രീതിയിലാണ് ഈ വിഷയത്തെ താൻ അഭിസംബോധന ചെയ്യുന്നത് എന്ന് പാകിസ്ഥാൻ്റെ ഒരു പ്രതികരണം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്.
എന്നാൽ അമേരിക്ക ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് അതൊന്നും സ്വീകരിക്കാൻ വേണ്ടി പറ്റില്ല. അവർ പറയും അവർ അതിനെതിർത്ത് ആക്രമണം നടത്തുകയും ചെയ്യും എന്നതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് ഈ കരാർ വ്യവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഇറാന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഇറാൻ തിരിച്ച് ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടും അനൗദ്യോഗികമായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഔദ്യോഗികമായിരിക്കുന്ന പ്രതികരണം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് രാജ്യവും നടത്തിയിട്ടില്ല. മാത്രമല്ല ഇറാൻ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യം മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ ബേസിൽ നിന്ന് ഇറാന് നേരെ ആക്രമണം നടത്തിയതിനുള്ള പ്രതികാരമാണ് തങ്ങൾ ചെയ്തത് എന്ന് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം, ഏത് തരത്തിലുള്ള കരാർ വ്യവസ്ഥ ഉണ്ടായാലും അത് പാലിക്കുക ശക്തി കുറഞ്ഞ രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും ഒക്കെ ആയിരിക്കും. അമേരിക്കയോ ഇസ്രായേലോ ഒരു കാലത്ത് അത് പാലിച്ചിട്ടില്ല. ഗസയുമായിട്ട് ബന്ധപ്പെട്ട വെടിനിർത്തൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയതിന് ശേഷം 500-ലധികം തവണയെങ്കിലും ഈ കരാർ വ്യവസ്ഥ ലംഘിച്ച രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അവർക്ക് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമില്ല എന്ന് ചുരുക്കം. 47 വർഷത്തിൻ്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് ഒരു ചർച്ച ചെയ്യുന്നത്. 21 മണിക്കൂറാണ് ചർച്ചാ സംബന്ധമായ കാര്യങ്ങൾ നടന്നത്. 6 ആഴ്ചത്തെ യുദ്ധത്തിന് ശേഷമുള്ള ഒരു ഏകോപനമായിരുന്നു. അത് പൊളിച്ചത് ഇസ്രായേലാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തിച്ച യുദ്ധം നടന്നുകൊണ്ടിരിക്കണം എന്നുള്ള, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിക്ക് അവിടെ നിലനിൽപ്പുള്ളൂ. 3-ലധികം ക്രിമിനൽ കേസിലെ പ്രതിയാണ്. യുദ്ധം അവസാനിച്ച് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അറസ്റ്റ് ചെയ്താൽ ജയിലിൽ കിടക്കേണ്ടി വരും. ആ സമയത്ത് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വരും, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നഷ്ടപ്പെടും. അങ്ങനെ സംഭവം നടന്നാൽ പിന്നീട് തൽക്കാലത്തേക്കൊന്നും ഇസ്രായേലിനൊരു പ്രധാനമന്ത്രി ഉണ്ടാവുക എന്നുള്ളത് അസാധ്യമാണ് എന്ന് പോലും രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തിയതാണ്. ഏതായിരുന്നാലും തുർക്കിയുടെ ഈ കണിശമായിരിക്കുന്ന നിലപാട് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ വാർത്താ പ്രാധാന്യമുള്ള ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അഥവാ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഇപ്പോൾ ചില രാജ്യങ്ങളൊക്കെ ഇറാനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ തുർക്കിയുടെ നിലപാട് വളരെ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ തുർക്കി ഇറാനെ സഹായിക്കുന്ന രീതി വന്നാൽ ഈ യുദ്ധത്തിൻ്റെ പാറ്റേൺ തന്നെ മാറും, മറ്റൊരു തലത്തിലേക്ക് ഇതെത്തും. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ചെയ്ത് പരിചയമുള്ളവരും അമേരിക്കയും ഇസ്രായേലിൻ്റെ കൈവശത്തിലും എത്രത്തോളം ആയുധങ്ങളും ശക്തിയും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി 1-ാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യമാണ് ഓട്ടോമാൻ സാമ്രാജ്യം എന്ന് പറയുന്ന തുർക്കി. അപ്പോൾ അവർക്ക് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അറിയാവുന്നതാണ്. ആ തരത്തിൽ ഇപ്പോൾ ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥിതി വന്നാൽ, ഇപ്പം നിലവിൽ തന്നെ ചൈനയും റഷ്യയും പരസ്യമായി തന്നെ ഇറാനെ സഹായിക്കുന്നുണ്ട് എന്ന് ഈ ചൈനയുടെ കാര്യത്തിൽ അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. റഷ്യയുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടെന്ന് സംശയിക്കുന്നു എന്ന പരാമർശം നടത്തിയിട്ടുണ്ട്. കാര്യം എന്ന് പറയുന്നത് അവരെ യഥാർത്ഥത്തിൽ ഈ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് ഒരു സഹായം നൽകുന്നതിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ടാണ് അവരുടെ പേര് പരാമർശിക്കാത്തത്. പേര് പരാമർശിച്ചാൽ രഹസ്യമായിട്ടല്ല പരസ്യമായിട്ട് തങ്ങൾ സഹായിക്കുമെന്ന് പറഞ്ഞാൽ പിന്നീട് അതിൻ്റെ കൂടി പ്രതിരോധം ഉണ്ടാക്കേണ്ട പണി അമേരിക്കയ്ക്ക് കിട്ടുമെന്നതിനാൽ അവർ ഏറെക്കുറെ ഒഴിഞ്ഞു മാറി ബുദ്ധിപരമായ നീക്കങ്ങളാണ് നടത്തുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ സാഹചര്യം ഇപ്പോൾ ഏറെക്കുറെ ഇസ്രായേലും തുർക്കിയുമായിട്ട് ഇപ്പോഴും ഇങ്ങനെ അകന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അകൽച്ച മറ്റൊരു തരത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത വിലയിരുത്തുന്നു. അത് ലെബനാനെ കയറിയിട്ട് വീണ്ടും ആക്രമിക്കുകയാണെങ്കിൽ, ലെബനാൻ്റെ ചില പ്രദേശങ്ങൾ ഇപ്പോഴും ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് എന്നുള്ളതും, ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ള ലെബനാൻ്റെ ചില പ്രദേശങ്ങൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. അതിന് ചില ചിത്രങ്ങളൊക്കെ എക്സിൽ കുറിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു ഒറിജിനാലിറ്റി ആണ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്ന തരത്തിലാണ് ഇതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ലെബനാൻ്റെ ചില പ്രദേശങ്ങൾ അവരുടെ കൈവശത്തിലാണ് എന്നുള്ളതും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള യുദ്ധങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. അഥവാ ഗ്രാമീണ മേഖലയുടെ പശ്ചാത്തലത്തിൽ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവിടെ പ്രദേശവാസികളെ കൊലപ്പെടുത്തുന്നു എന്ന തരത്തിലാണ്. അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെ കൊലപ്പെടുത്തുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ മേഖലയ്ക്ക് പ്രവേശിച്ചുകൊണ്ട് ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിക്കും. ആ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നുണ്ട്. ഈ വിഷയം കൂടി ബന്ധപ്പെടുത്തിയിട്ടാണ് തുർക്കിയുടെ പ്രസിഡന്റ് കൃത്യമായ രീതിയിൽ നിലപാട് പറഞ്ഞിരിക്കുന്നത്. ഇത് അപകട സൂചനയാണ്, വലിയ രീതിയിലുള്ള ഭവിഷ്യത്തുകൾ വരാൻ പോകുന്നുണ്ട്. അത് താങ്ങാനുള്ള കൽപ്പ് നിലവിൽ ഇസ്രായേലിന് ഇല്ല എന്ന് പറയണമെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ തുർക്കി എന്ന് പറയുന്ന രാജ്യം ഇറാനോടൊപ്പം ചേരാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ്.